എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ നാറ്റ് ഗെയിമിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ പൊജോ ലോഞ്ചറിലാണ് 1.8ൽ പുതിയ സർവൈവൽ കാരണം ഒന്ന് മൈൻഡ് ചെയ്യണ്ടായി. പുതിയ സർവൈവൽ കാരണം ഉണ്ടാകിൽ കളിക്കാൻ പോവുകയാണ്. പുതിയ വേൾഡ് നമ്മൾ ലെറ്റ്സ് പ്ലേ പോലെ നമ്മൾ സർവൈവലിൽ ഡിഫിക്കൽട്ടി ഒക്കെ നോർമൽ തന്നെ ഇടാണ്. ചീറ്റ്സ് ഒന്നും ആണില്ല, ഒന്നും കാട്ടില്ല. ജസ്റ്റ് നെയിമും എത്ര മാറ്റമാണ് നമുക്ക് അപ്ലൈ തന്നെ കൊടുക്കാം. വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ഗൈസ്, പിന്നെ ഒരു ലൈക്കും കൂടി അടിക്കുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കേട്ടോ 10% ആയിട്ടുണ്ട്. ഭയങ്കര ടൈം ഷോ കൊടുക്കും. ഒരോട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ടൈമില്ല ലോഡാകാൻ. അതായിട്ടുണ്ട്. ഗൈസ് വെള്ളിൽ പോയോ? അവിടെ എന്തോ കണ്ട് ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. വീഡിയോ കസ്റ്റമൈസേഴ്സുണ്ട്. സിമുലേഷൻ ഞാൻ ഇത്രക്കൊന്നും കൂട്ടണ്ട. 10 FPS 60 കേട്ടെ. ഇതിലൊന്ന് പുറത്തായിട്ട് പിന്നെ ഷാഡോ ഓഫ് ആക്കാം. പാർട്ടിക്കിൾസ് മിനിമം ക്ലൗഡ് വേണ്ട. ക്ലൗഡ് ഓഫ് ആക്കിയിട്ടുണ്ട്. ബ്രൈറ്റ്നസ് റൈറ്റ് ആണ്. ബ്രിഡ്ജിലാണ് സ്പോണായ ബ്രിഡ്ജ് ഭയം ഭയമാണ്. ഭയം ഇത് എവിടേക്കാണ് കറക്റ്റ് അറിയണം. ഐലൻഡ് ടേൻ്റെ കൂടെയാണ്. ടേൻ്റെ കൂടെ ദ ബ്രിഡ്ജ് ഫോറസ്റ്റ് ഭയം സെറ്റ്. നമുക്ക് ഓക്കുണ്ട്. നമുക്ക് ഫസ്റ്റിന് ഓക്ക് ചെയ്യാം. ഓ എടുത്തന്നെ കേവ് ഉണ്ട്. സൂം ചെയ്യാൻ പറ്റില്ല. അത് മൈൻക്രാഫ്റ്റ് സൂം എടുക്കും. നമുക്ക് വേറെ ചെയ്യുന്ന പോലെ അതിന് മരം മേടിച്ചിട്ട് സ്പെഷ്യൽ സ്കിന്നൊന്നും യൂസ് ചെയ്യണില്ല. ഫസ്റ്റ് കിട്ടിയ മരം വേയിക്കണോ? എങ്ങനെ അവന്മാരെ എടുത്തേക്കണേ അറിയില്ല. വേറെ ചെയ്താൽ പറ്റില്ല. സോ നമ്മൾ ഒന്നും ചെയ്യണില്ല. നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഒരു ഓക്ക് വെട്ടിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് പറയാൻ പറ്റില്ല. അത് കണ്ടിന്യൂ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. തന്നെ ഫുഡ് തീരുമാനം അങ്കർമാർ മൈനസായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എടുത്തന്നെ പശു ഫുഡ് ഈസി. ലാസ്റ്റ് ടൈമാണ് സർവൈവൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കാം. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഞാൻ ചിലപ്പോൾ പറയട്ടെ ചാവാനുള്ള ചാൻസ് ഉണ്ട്. പോകണം പറയും മൈൻക്രാഫ്റ്റ് അങ്ങനെ എന്തിൻ്റെ എത്ര പറഞ്ഞിട്ടാണെന്ന് ചോദിക്കരുത്. ഇത് അത് സാധാ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് വേണം. അപ്പുറത്ത് ബ്രിഡ്ജ് ഫോറസ്റ്റ്. അടുത്ത പ്ലസ് ഭയങ്കര ചെറുതായില്ല. ക്രോസയർ നേരെ ആപ്പിൾ
ആപ്പിൾ അല്ലേ സ്കൂൾ നമുക്ക് ആപ്പിൾ അങ്ങനത്തെ അവിടെ വെച്ചിട്ട് ഫസ്റ്റിന് നേരെ ഇങ്ങോട്ട് അറിയി പോവുക ചെയ്യാൻ പറ്റില്ല ഇതിൽ ഫുള്ളാണ് എടുക്കല്ലേ കറക്റ്റ് ഒരു സ്റ്റാക്കല്ലേ അല്ല അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കുറേ റഫുണ്ടാക്കി സ്റ്റിക്ക് ഇത് ലാഭമായല്ല 2 സ്റ്റിക്ക് കറക്റ്റ് പശുവിനെ കടിച്ചു വന്ന റൈസ് എടുത്തേക്കാം കിട്ടി 2 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായി ഇതെല്ലാം നോക്കാം റൈസ് തീർച്ചയായിട്ടും ഫുഡിന് ക്ഷാമം വരരുത് മരം കടിച്ചു വന്നിട്ട് അവിടെ ഓ ഉമ്മാര് കുറെ ഉണ്ടല്ലോ അതിൻ്റെ പിക്കാക്സ് പൊട്ടി കുഴപ്പമില്ല പുതിയ ഉണ്ടാക്കാം വേറെ ഉണ്ടാക്കാം വെറുതെ അടിച്ച പൊട്ടുക ഇല്ലല്ലോ വിശ്വാസം അപ്പം ആരൊക്കെയാണ് അടിക്കും അത് പൊട്ടിയാ തീരുമാനമായി അതിനൊക്കെ അടിക്കുന്നു ഈ ബാക്ക് കയറുള്ള സ്വിച്ചിന് വയസ്സ് മറ്റേ പിടിച്ചു അത് ഓരോടത്ത് നിൽക്കണില്ല വയസ്സ് പിക്കാക്സ് വെട്ടി എടുത്തേ ചത്തു ഓരോരുത്തരുണ്ടാകട്ടെ ഉമ്മാരെ കൈ കൊണ്ടാണ് അടിച്ചു ഈ ഒരു പിക്കാക്സ് വെറുതെ വേസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഫസ്റ്റ് അല്ല കുറച്ചുകൂടി മരം വിട്ടാലോ ഫസ്റ്റ് ടൈം പിന്നെ കുറേ നമുക്ക് കുറച്ചുകൂടി മരം വെട്ട കേസ് പിന്നെ അങ്ങനെയല്ല എന്നാലും കുറച്ചുകൂടി എന്നാലും വണ്ടിയൊക്കെ ആവശ്യം വന്നല്ല പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയുക വീടുണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ സെറ്റാക്കാൻ പറ്റി കുറച്ച് സെറ്റാക്കി ഫസ്റ്റ് ഒരു ബേസ് തട്ടി കിട്ടാം സ്റ്റോൺ എന്തെങ്കിലും ചെയ്യാം ഞാൻ അതിന് മിക്കവാറും സ്റ്റോൺ കൊണ്ടാണ് വീട്ടിലുണ്ടാകും കാരണം എനിക്ക് ലുക്കിലല്ല കാര്യം മിക്കവാറും ഞാൻ പൊട്ടത്തരങ്ങൾ കാട്ടും കത്താൻ ചാൻസ് ഉണ്ട് ഞാൻ കട്ടാനുണ്ടായിരുന്നു ഇതിലല്ല നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഡൂപ്പൊക്കെ കളിക്കുന്നുണ്ട് ഇപ്പോൾ പ്ലേ സ്റ്റോറിലില്ലാത്തൊരു ഗെയിമുണ്ട് ബ്ലോക്ക് സ്റ്റാർട്ട് ക്ലവർ എന്നതിൻ്റെ പേര് അതിൽ ഞാൻ ഗൂളായിട്ട് ഫുള്ള് വീട്ടുണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് ഫുള്ള് സർവൈവൽ കളിച്ചിരുന്നു ഗൂളെ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു ഇത് ഫാം ഉണ്ടാക്കിയിട്ട് ഇത് നല്ല ഇതിനേക്കാളും പഴയത് കൊണ്ടായിട്ട് മണി മീൻസ് ഇത് കുറേ സാധനങ്ങൾ ഇതിലില്ല അതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ ഞാൻ അതിൽ നെതർ പോയി എടുത്ത് കൊടുത്തിട്ട് നെതറാക്കല്ല മറ്റേ സോൾസാൻ ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അത് കത്തിച്ച് ഗുഡ് മൊത്തം കത്തിപ്പോയി അവസ്ഥ അതുകൊണ്ട് ഞാൻ എന്തായാലും വുഡായിട്ട് ഉണ്ടാക്കുന്നില്ല ഞാനെന്തെങ്കിലും പുറത്തൊക്കെ കാണിക്കുന്നില്ല നോക്കാം ചിലപ്പോൾ വുഡായിട്ട് ഞാൻ ഉണ്ടാക്കും സ്പൂണേ സ്ഥലം മറന്നു കഴിച്ചു വെള്ളത്തിൻ്റെ ആ സൈഡ് പോയാൽ മതി ശ്വാസം ഫോണിയൻസി നോക്കിയാൽ തീരാ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് സ്ലാഗ് എന്താ പറയുന്നു എൻ്റെ അങ്കർവാർ പറയുന്നു വേറെ മറ്റേ പരിപാടി നേരെ സ്റ്റഡി ആടിൻ്റെ വെച്ചാ യു ആർ ഗുഡ് ഐ ലൈക്ക് യുവർ കൂൾ ഇങ്ങനെ അടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഗൈസ് ഞാൻ അത് ബാക്കൊക്കെ ഫോൺ സ്വിച്ചിൻ്റെ വരെ അത് ഇൻവെർട്ടർ പിടിച്ച് വെക്കും സീന
ഉമ്മേ ഏതൊക്കെ സ്വിച്ച് പിടിച്ചു സീന് ആദ്യം പിക്കാക്സും കാര്യം ഉണ്ടാക്കിയിട്ട് പണിയിട്ട് By the way guys, പതുക്കെ ഇറങ്ങുള്ളൂ guys. എനിക്ക് വേറെ അയം കിട്ടും ഇപ്പം തന്നെ. പക്ഷെ എനിക്ക് പ്രശ്നം ഞാൻ ചത്ത കഴിഞ്ഞാലാണ് ടേസ്റ്റ് എന്തെങ്കിലും കുറച്ച് സ്റ്റോൺ വന്നിട്ട് പോകും. എൻ്റെ സ്റ്റോൺ ആക്കിയിട്ട് വേറെ പെട്ടെന്നൊരു വില്ലേജ് കണ്ടെടുത്ത സീനാണ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്നില്ലല്ലോ വില്ലേജർമാർ അതിനടുത്ത് തന്നെ ഒരു ബേസ് കൂട്ടിയിട്ട് സെറ്റാക്കാം. ആൻഡ്ബാം ഉണ്ടാക്കിയാലും അത്യാവശ്യം പക്ക എഫിഷ്യൻ്റ് വർക്കാണ് ഗൈസ്. കോൾ എന്തായാലും എടുക്കുക അപ്പം തന്നെ ആവശ്യം വരും, നല്ല ആവശ്യം വരും. നിങ്ങൾ അയൺ കാണുന്നുണ്ടോ? എടാ ഇതേ കളർ ബ്ലോക്ക് പെട്ടെന്നല്ല നേരെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മറ്റേ വിക്കാക്സ് ഉണ്ട് അത് പൊട്ടിക്കുന്നത്. ഒരു ഷീൽഡ് ഉണ്ടാക്കി വേണമെങ്കിൽ അത് കറങ്ങും. പക്ഷേ റിസ്ക് എടുക്കണം. കുറച്ച് റിസ്ക് സ്ഥലമാണ്. നൈറ്റായി എത്ര പെട്ടെന്നാ മൂഞ്ചി ഗൈസ്. നൈറ്റ് ആവണുള്ളൂ. നൈറ്റായി നടൻ്റെ ഇവിടെ ചിലപ്പോൾ നേരെ അടിയൊക്കെ മൈൻഡ് ചെയ്താൽ ഡയമണ്ട് ലെവലിലോട്ട് കയറും. പക്ഷെ എന്താ ആവശ്യം വേണേ ഇപ്പം അങ്ങോട്ട് പോയി ഒരു ഫൈറ്റൊക്കെ എടുത്ത് അവിടെ നോട്ടം അങ്ങോട്ട് പക്ഷെ ആവശ്യമില്ല. കയറാൻ വഴിയുണ്ട്. ബോംബ് ഇപ്പോൾ പിന്നാലെ വരും. പിന്നെ വിടാതെ നമ്മൾ അവനെ വിട്ട് മേലെ കയറണം. ഇത് വേണ്ട വയസ്സ് സ്ഥലം വേണ്ട, നമുക്ക് ഡേഞ്ചറാണ്. വേറെ എല്ലാ ഗെയിം കിട്ടും. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ മടിയാകുന്നുണ്ടല്ലോ. ചാവി നൈറ്റായി ഗൈസ്. കുഴി വെട്ടിയാൽ സർവൈവ് ചെയ്യണ്ടല്ലോ, വേറെ വഴിയില്ല. അവിടെ നിന്നാലും മതി. അറിയില്ല, ഒരു ടൈം കാണിക്കത്തില്ല. പക്ഷേ ടാർഗറ്റ് ബ്ലോക്കിൻ്റെ ഉപയോഗങ്ങൾ കാണിച്ചായിരുന്നു. 10 ഡേയ്സ് ഡേ ഐറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഡേ ആണതിൻ്റെ പിന്നെ ഞാൻ നമ്മളേക്കുള്ളതൊക്കെ സ്മെൽറ്റ് ചെയ്യട്ടെ. അവിടെ അവിടെ എത്തിയിട്ടുള്ളൂ ചന്ദ്രൻ. നീ പോടാ.
പിന്നെ നമ്മളിവിടെ 9 ആക്കി കഴിഞ്ഞാൽ 9 പോവുക. സ്കോഡിൻ്റെ ആകെ 3 ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തീരുമാനമാവും, അറിയാം. ഞാൻ ഇപ്പം തന്നെ സെറ്റായിട്ട് ഒരു ഷീൽഡും അല്ലെങ്കിൽ ഒരു സോഡ് കാണണ്ട, ഒരു ഷീൽഡും ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഇപ്പം ആവശ്യം. സോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് വേണം. കഷ്ടമാണ്. അല്ല, ഒറ്റ കൂടി മതി ഗൈസ്. സോഡ് ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ ഷീൽഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല കാര്യമല്ല, ഷീൽഡ് പിന്നെ ഉണ്ടാക്കാം. നല്ല ഗൈസ്, വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഗൈസ്. ഞാൻ ഡേ ആവണതിന് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താവുന്നു സോഡ് കൈക്ക് പിടിച്ചിട്ട് എന്ത് വെച്ച രക്ഷപ്പെട്ടെന്ന് കൈക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ചെടി കൈക്ക് കിട്ടി. ഞാൻ ചോദിക്കുന്നത് ബെഡ് റെഡാക്കാം. ബെഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോയാലും ഗൈസ്. പ്ലെയിൻസ് കിട്ടിയ ഒരു സോണിലാണ് വന്നിട്ടുണ്ട്. എനിക്ക് പാർക്കവറൊന്നും അറിയത്തില്ല. ഒന്ന് മൈൻഡ് ചെയ്യുക, പക്ഷെ അവിടെ കോള് മാത്രം മൈൻഡ് ചെയ്ത്. സ്കെൽട്ടൺ ഉണ്ടാവോ അവിടെ? ഇഷ്ടംപോലെ ഗുൾഫ് സ്കെൽട്ടൺ ഉണ്ടാവും അവിടെ. ഒരു സ്കെൽട്ടൺ ഞാൻ പഠിച്ചു വന്നിട്ട് ഗുൾഫിന് പറ്റാക്കും. രണ്ടെണ്ണമുണ്ട്, നോക്കട്ടെ പറ്റാക്കാൻ പറ്റുമോ. ഞാൻ പറ്റാക്കും. സ്കെൽട്ടൺ നോക്കിയാണെന്ന് ഊഞ്ചല്ല. ഇതേത് ബയോ ഫോറസ്റ്റ് ഉണ്ട്. സ്കെൽട്ടൺ കൂടി സ്പോൺ ആയില്ല അവിടെ. പിന്നെ വേറെ കേസ് കോണ്ടിയൻസ് വെച്ച് നോക്കിയേക്കായിരുന്നു. ജസ്റ്റ് നോക്കി വെച്ചാൽ കോണ്ടിയൻസ് നോക്കി വെച്ചോളൂ. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. കോണ്ടിയൻസ് ഉണ്ട് ഗൈസ്, മറക്കാതിരിക്കും. പക്ഷെ അതിന് ഫ്രണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ അവിടെ എന്തോ ക്യാമലാണ് തോന്നുന്നു ഗൈസ്. മരക്കുന്നത് ഓ ബീനസ്റ്റ്. ഞാൻ എന്താ ചെയ്യാ? ഇതൊക്കെ ഫോറസ്റ്റാണ് ഗൈസ്. വേറെ ഒന്നുമില്ലേ? പ്ലെയിൻസിന് വേണ്ടി പ്ലെയിൻസ് കിട്ടും. അങ്ങോട്ട് പംകിൻ ഐസ്. പ്ലെയിൻസ് എടുത്ത് വില്ലേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? അവിടെ ആയിട്ട് വില്ലേജ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ ഒരു ബെഡ് മീൻസ് ജസ്റ്റ് തട്ടിക്കൂട്ട് ബേസ് സെറ്റായിട്ട് അവിടെ തന്നെ സ്റ്റേ ആയി. തട്ടിക്കൂട്ടല്ല, നല്ല പറ്റുന്ന നല്ലൊരു ബേസ് ഉണ്ടാവും. എന്നാലിത് ഇങ്ങനെ ലക്കുണ്ടോ അറിയില്ല. നോക്കാം ഗൈസ്. വൈകുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് ഞാനിപ്പോൾ എന്ത് അത് പൊട്ടിക്കാൻ വെള്ളം കിട്ടണ്ടല്ലോ. ഓക്കെ, പണിക്ക് വേണ്ട ആവശ്യം, നമുക്ക് പറിക്കേണ്ട ആവശ്യം. അവിടെ 2 കേവ് കാണുന്നു, 2 ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ ഒരു വശക്ക് ബെഡ് ഉണ്ടാക്കാം. ബ്ലൂ ആണ് നമുക്ക് ബെഡ് എടുത്ത് ഡെസേർട്ട്. ബ്ലൂ ടീ ഉണ്ട്.
എൻ്റെ മേലെ കയറണം ഗൈസ്. ആടിനെ തീർക്കണം. അടുത്ത കേൾക്കന്നെ വരാം. നമുക്ക് വെയിറ്റ്. പിന്നെ ബെഡാണ് അത്യാവശ്യം. ബെഡ് മുറിക്കുന്നില്ല. പിന്നെ മറ്റേ ദിവസം മേലെ പിന്നെയും ബി. ഇത് സീനാവണേ. മലച്ചെരുവിലൊക്കെ വീടുണ്ടാക്കിയാൽ പൊളിക്കും. ഇതിനെ വരുത്തന്നെ പിന്നെ അവനക്ക് 2 അടിക്കുള്ളൂ. എത്രോ ആയി. മര മൊത്തം തട്ടാ. ഇതിനിപ്പോ മരുന്ന് സീലിട്ട് ആവശ്യമില്ല. 2 അടി മതിയായിരുന്നു. ആ സ്വീപ്പിങ് അടിച്ച് അത് ആവശ്യം ഉണ്ടാ. അത് പോകുന്നവർ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. ഇതിൽ കേവുകളുണ്ട്, പലകൾ കയറാം. ബട്ട് അവന്മാരെ എല്ലാത്തിനും തട്ടുക. കുറേ ഫുഡ്. ഇത് പ്ലെയിൻസ് അല്ലേ? ദിസ് ഈസ് പ്ലെയിൻസ്. ഇപ്പം ഇപ്പോൾ അയണാണ് മുഖ്യം. ചടിയതിന് നമുക്ക് ഇതിൽ 8 കിട്ടണം. മറ്റേ ഫുഡ് ഇതിന് ഒന്നും പാടില്ല. അങ്ങനെ അടിക്കണം പോയിട്ട് അതിൽ അടിപൊളി കേവ് സീനിക പകുതി പറഞ്ഞ സ്ഥലത്ത് പ്രശ്നമില്ല. ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലേ ലാവ സീന എവിടെ ലൈറ്റ് അവന്മാരൊക്കെ മൊണ്ണകളാമേ. റീപ്പറാണ് സത്യം. എനിക്ക് പി പി പറഞ്ഞ ചാവും. കോണ്ടിയൻസ് നല്ലതായിരിക്കും. ഞാൻ ചത്തുന്ന കൂടി അറിയില്ല. ഒരു കാര്യം അറിയാം. ആ പോയ സ്ഥലമൊക്കെ അറിയാമോ? അറിയാം. ഞാൻ ഇവിടെ നിന്ന് കയറി ഇങ്ങോട്ട് പോയ ഇങ്ങോട്ടോ പോയി. അവിടെ അടുത്തൊക്കെ തിരിച്ചെത്താൻ പറ്റി. എൻ്റെ ലൂട്ട് മൊത്തം കിട്ടും. ഇല്ലെങ്കിൽ പോയി ഗൈസ്. അത് ഞാൻ നേരത്തെ കോണ്ടിയൻസ് എടുത്താൽ നേരത്തെ കോണ്ടിയൻസ് ഒന്ന് എടുത്തോട്ടെ. നമ്മൾ ആ ഫോക്സിനുണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നു കോണ്ടിയൻസ് വെച്ചിട്ട്. ടർട്ടിലൊക്കെ പോകാം. ആ സ്ഥലം ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അത് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക അങ്ങോട്ടേക്ക് പോകാം. എന്നിട്ട് അവിടുന്ന് പിന്നെ എനിക്കറിയാം ആ പ്ലെയിൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഏറ്റവും കോണ്ടിയൻസ് ഒന്നും. അപ്പോൾ Z മൈനസിലുള്ളത് 71 പോകണം. അടുത്തുന്നത് എന്തായാലും ചോറക്കൊണ്ട് എല്ലാം അത് അലക്കിയിരുന്നു. ഞാൻ ആ സ്ഥലത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ നേരെ ഐലൻഡ് കാണുന്നുണ്ട്. അതാണ് ഇന്നാണ് അതെ ഇപ്പം ചാവും മിക്കവാറും. ഇരുപത്തൊന്നും ഇവിടെ ഇല്ലല്ലോ വരുന്നത്. X86 മറ്റേത് 68 വേണം. Y68 വേണം. Y68 ഈ നോക്കിയിട്ട് വരില്ല. കുറേയല്ലോ.
ഇവിടുന്ന് നമ്മളെ കോണ്ടീൻസ് പറഞ്ഞെടുത്ത് പിന്നെ എങ്ങോട്ട് പോയി എനിക്കറിയില്ല. നോക്കാം. ഞാൻ നിൽക്കുന്ന ഐലൻഡിൻ്റെ ഒരു സൈഡിൽ പോയി നോക്കിയാൽ മതി. ഒരു സൈഡ് നോക്കിയാൽ നമുക്ക് കാണാം. ഇത് എന്താ പറയുക, പരന്നെടുക്കുന്ന അത് കണ്ടിട്ട് പോയിരുന്നു. സ്കെൽട്ടൻ്റെ വെച്ച ആശുപത്രി ഒരു ഫോൺ വരല്ലോ. പക്ഷേ ചത്തില്ല. വോൾഫ് സ്കെൽട്ടോട് ചത്ത് പോയിക്കല്ലോ. വോൾഫിനെ വേണ്ട. സ്കെൽട്ടൻ്റെ മതി, നിന്നെ വേണ്ട. പടാ കൊല്ലവനാ. കൊല്ലവനാ. ഉമ്മറിൻ്റെ ഫ്രണ്ടായോ? വെള്ളത്തിൽ കൂടെ നമ്മൾ വന്നു. സ്കെൽട്ടനാണ് അത് കൊണ്ടു. സോംബിയല്ല, ക്രീപ്പർ. ജസ്റ്റ് അകത്ത് ഞാൻ നിർത്തണത് കുട്ടികളുടെ നമുക്ക് പോവാം. ഫ്രണ്ടായി, പക്ഷെ 5 വയസ്സ് നല്ല ഉറപ്പുണ്ട്. എന്തായാലും ഇതിലെന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പ് വയസ്സ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ല. അടുത്ത വീഡിയോ ആകുമ്പോൾ എന്തായാലും നിങ്ങളെ കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും എല്ലാവർക്കും ബൈ.